ഉണ്ട്. കേരളത്തിന്റെ മണ്ണിൽ അങ്ങോളം ഇങ്ങോളം നബി വിമർശനങ്ങൾക്കും ഇസ്ലാം വിമർശനങ്ങൾക്കും സ്വന്തം സമ്പത്തും അതുപോലെ തന്നെ സ്വന്തം ഊർജവും ചെലവഴിച്ച് ഒറ്റയാൾ പോരാട്ടം നടത്തിയ മക്തിത്തങ്ങളുടെ ചരിത്രം നമ്മുടെ മുമ്പിൽ തുറന്നു കിടക്കുമ്പോൾ എങ്ങനെയാണ് ഞാൻ ഒറ്റക്കാണ് എന്നൊരു പരാതിയെ ഞാനും നിങ്ങളും അവലംബിക്കുക എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. മാത്രമല്ല, മാറുന്ന ലോകത്തോടൊപ്പം എങ്ങനെയാണ് ഓടിപ്പോവുക, ഈ ദഅവാ പ്രവർത്തനങ്ങളെ മാറുന്ന പുതിയ ലോകത്തിനനുസരിച്ച് എങ്ങനെയാണ് സജ്ജീകരിക്കുക എന്ന ചിന്ത പല ആളുകളെയും അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. തീർച്ചയായും നിങ്ങൾ ഓർക്കേണ്ടത് ഒരു മതപണ്ഡിതനെ കുറിച്ചാണ്. കേരളത്തിന്റെ 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ കിടയറ്റ ഒരു മാധ്യമ സ്ഥാപനത്തെക്കുറിച്ച്, സംവിധാനത്തെക്കുറിച്ച് ആലോചിക്കുകയും അതിനുവേണ്ടി അന്നത്തെ കേരളത്തിൽ നിലവിലുണ്ടായിരുന്ന മുഴുവൻ ബുദ്ധിജീവികളുമായി സംസാരിക്കുകയും ലണ്ടനിൽ നിന്നൊരു പ്രസ് ഇറക്കുമതി ചെയ്യുകയും അവിടെ നിർത്തുന്നില്ല, അവിടെയുള്ള റോയിട്ടേഴ്സുമായി നേരിട്ട് ബന്ധം സ്ഥാപിച്ച് 1905 തന്റെ സ്വപ്നം സാക്ഷാത്കരിച്ച തിരുവനന്തപുരത്ത് ജനിച്ച മഹാനായ പണ്ഡിതനായ വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ ചരിത്രം നമ്മുടെ മുമ്പിലുള്ളപ്പോൾ എങ്ങനെയാണ് നമ്മൾ പ്രചോദനമില്ലാത്തവരായി, കാലത്തിന്റെ കൂടെ സഞ്ചരിക്കാത്തവരായി മുന്നോട്ടു പോകാൻ നമ്മൾക്ക് സാധിക്കാതിരിക്കുന്നത്? തീർച്ചയായും നന്മകളുടെ ഇടങ്ങളിൽ സജീവമാകാത്തതിനെ കുറിച്ച്, അതിൽ നിന്ന് പിറകോട്ട് നിൽക്കുന്നതിനെ കുറിച്ച് നമ്മൾ ഉന്നയിക്കുന്ന പല ന്യായീകരണങ്ങളുമുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെ ജീവിതം ഏത് രൂപത്തിലാണ്, എന്റെ സമയത്തെ, എന്റെ ഊർജത്തെ ഏത് രൂപത്തിലാണ് ഞാൻ ചിലവഴിക്കേണ്ടത് എന്ന ആശങ്കയുമായി കൊണ്ട് കടന്നു വരുന്ന കൗമാരക്കാരുണ്ട്. അത്തരക്കാർ ഓർക്കേണ്ടത് മരണത്തിനപ്പുറം ജീവിക്കുന്ന ചരിത്ര പുരുഷൻ മഹാനായ കെ എം മൗലവി റഹ്മത്തുള്ളാഹിയുടെ ജീവിതമാണ്. അദ്ദേഹം ചവിട്ടി തെളിച്ച പാതയിലൂടെയാണ് ഇന്നത്തെ മുസ്ലിം കൈരളി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന ബോധ്യം നമ്മൾക്കുണ്ടാകേണ്ടതുണ്ട്. അദ്ദേഹം നട്ടുവളർത്തിയ വൃക്ഷങ്ങളുടെ അതിന്റെ ഫലമാണ് ഇന്നത്തെ മുസ്ലിം സമുദായം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അവർക്ക് നമ്മൾ ഉണ്ടായിത്തീർന്നു എന്ന് പറയുന്ന നവോത്ഥാനം എന്ന തിരിച്ചറിവ് നമ്മുടെ മുമ്പിൽ ചരിത്രമായി കൊണ്ട് നമ്മുടെ മുമ്പിൽ അനാവരണം ചെയ്യപ്പെടുമ്പോൾ എങ്ങനെയാണ് എന്റെ പ്രിയപ്പെട്ടവരെ ജീവിതത്തെ അലസതയിലും നിഷ്ക്രിയതയിലും നമ്മൾക്ക് ചെലവഴിക്കാൻ സാധിക്കുന്നത്? ഒരിക്കലും സാധ്യമല്ല. ഇവിടെ നിന്ന് നിങ്ങൾ ഇറങ്ങിപ്പോകുമ്പോൾ നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്, തീർച്ചയായും ഒരുപാട് പ്രതീക്ഷ നൽകുന്ന തലമുറയാണ് നമ്മുടേത്. പ്രതീക്ഷ മാത്രമല്ല, ഒരുപാട് മാറ്റങ്ങളും അതുപോലെ തന്നെ പുതിയ ആശയങ്ങളും ചിന്തകളും ഉൾക്കൊള്ളുന്ന ഒരു തലമുറയാണ് ഇവിടെ എന്റെ മുന്നിൽ ഇരുന്നു കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും നിങ്ങൾ അറിയേണ്ടത്, ജീവിതത്തെ ശരിയായ ആദർശങ്ങളിലും ആശയങ്ങളിലും ചിലവഴിക്കാൻ, തന്റെ ഊർജവും സമയവും ചിലവഴിക്കാൻ നിങ്ങൾ സമയം കണ്ടെത്തുക എന്നുള്ളതാണ് വളരെ ആത്മാർത്ഥമായി കൊണ്ട് സൂചിപ്പിക്കുന്നത്. MSM ഒരുക്കുന്ന ഈ പ്ലാറ്റ്ഫോം, അല്ലെങ്കിൽ MGM സ്റ്റുഡൻസ് ഒരുങ്ങുന്ന പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ കഴിവുകളെ ഞങ്ങൾക്ക് ആവശ്യമുണ്ട്, അതുപോലെ തന്നെ നിങ്ങളുടെ സമയത്തെ ഞങ്ങൾക്ക് ആവശ്യമുണ്ട്, നിങ്ങളുടെ ഊർജത്തെ ഞങ്ങൾക്ക് ആവശ്യമുണ്ട്, നിങ്ങളുടെ ചിന്തകൾക്ക് ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. എന്തിനു വേണ്ടി? എല്ലാ പ്രവാചകന്മാരും പ്രഖ്യാപിച്ചതുപോലെ തീർച്ചയായും ഇവിടെ സാധ്യമായത്ര നന്മ നടപ്പിൽ വരുത്താനല്ലാതെ മറ്റൊന്നും ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എന്ന് പ്രവാചകന്മാർ പ്രഖ്യാപിക്കുന്നുണ്ടല്ലോ. അതേ പ്രഖ്യാപനം തന്നെയാണ് MSM പ്രഖ്യാപിക്കാനുള്ളത്. സമൂഹത്തിൽ മുഴുവൻ നന്മയും നടത്തുന്നതിനു വേണ്ടി, അധാർമികതകൾക്കെതിരെയുള്ള ധാർമ്മികതയുടെ പോരാട്ടം നടത്തുന്നതിനു വേണ്ടി നിങ്ങളുടെ ശുഭിത യൗവനങ്ങളെ നിങ്ങൾ സംഭാവന ചെയ്യണമെന്നാണ് ഇവിടത്തെ സയൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനുള്ള പ്രചോദനവും അതിനുള്ള മൂലധനവും നേടിക്കൊണ്ടായിരിക്കണം നിങ്ങൾ ഇവിടെ നിന്ന് മടങ്ങിപ്പോകേണ്ടത് എന്നുള്ളതാണ് മുഴുവൻ വിശ്വാസികളോടും ആവശ്യപ്പെടാനുള്ളത്. തീർച്ചയായും അള്ളാഹു നിങ്ങളോട് ആവശ്യപ്പെടുന്നതും അത് മാത്രമാണ്. അള്ളാഹു നിങ്ങളുടെ കഴിവിനപ്പുറം മറ്റൊന്നും ഒരു ആത്മാവിനെയും നിർബന്ധിക്കുന്നില്ല. നിങ്ങളാലാകുന്ന ഒരു പരിശ്രമം, അതെത്ര ചെറുതായാലും വലുതായാലും, ക്യാമ്പസുകളിൽ, നിങ്ങളുടെ ശാഖകളിൽ അത് ഏറ്റവും നന്നായി അറിയുന്നത്, നിങ്ങളുടെ മണ്ഡലങ്ങളെ ഏറ്റവും നന്നായി അറിയുന്നത്, നിങ്ങളുടെ ജില്ലകളെ ഏറ്റവും നന്നായി അറിയുന്നത് നിങ്ങൾക്ക് തന്നെയാണ്. തീർച്ചയായും അവിടെ മാറ്റത്തിന്റെ, അതുപോലെ തന്നെ പുതിയ ചിന്തകളുടെ, അതുപോലെ തന്നെ ധാർമ്മികതയുടെ കാവലാളുമായി നിങ്ങൾ ഓരോരുത്തരും മാറേണ്ടതുണ്ട് എന്നുള്ളതാണ് ഓർമ്മിപ്പിക്കാനുള്ളത്. ചരിത്രത്തിൽ സ്തംഭിച്ചു നിൽക്കാനല്ല, ഗതകാലങ്ങളിൽ നിന്ന് തീർച്ചയായും ഊർജം സംഭരിച്ചുകൊണ്ട് പുതിയ കാലത്തോട് പടവെട്ടാൻ എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സമൂഹമേ നമ്മൾ തയ്യാറാകുമ്പോഴാണ് ഇത്തരത്തിലുള്ള സമ്മേളനങ്ങൾ, ഇത്തരത്തിലുള്ള കോൺഫറൻസുകൾ തീർച്ചയായും അർത്ഥപൂർണമാകുന്നത് എന്ന് തിരിച്ചറിയുക. അതിന്റെ അടിത്തറ ശക്തമാണ്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ അവസാന കാലത്ത് ഒരു പ്രസംഗം നടത്തുന്നുണ്ട്. അന്ത്യസമയമാണ്. പ്രവാചകന്റെ പ്രസംഗം കേട്ട് കോരിത്തെരിച്ചു പോയ സഹാബാ കിറാമുകളിൽ ഒരാൾ എഴുന്നേറ്റുകൊണ്ട് ചോദിച്ചു, അള്ളാഹുവിന്റെ ദൂതരെ, ഈ പ്രസംഗം കേട്ടിട്ട് അന്ത്യസമയത്ത് നടത്തുന്ന ഒരു വിടവാങ്ങൽ പ്രസംഗം പോലെയുണ്ടല്ലോ. അള്ളാഹുവിന്റെ റസൂലിനോട് അദ്ദേഹം മറുപടി, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട്, അവസാന കാലത്തേക്ക് ഞങ്ങൾക്കൊരു ഉപദേശം നൽകിയാലും. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്തിമ വസിയത്തായി കൊണ്ട് നൽകുന്നുണ്ട്, തീർച്ചയായും തറക്തു ഫീകും അംറൈൻ, ഞാനിതാ നിങ്ങൾക്ക് 2 കാര്യങ്ങളെ വിട്ടേച്ചു പോകുന്നു. ഖുർആനും സുന്നത്തുമാണത്. അതിനെ നിങ്ങൾ മുറുകെ പിടിക്കുക. നിങ്ങൾ ഒരിക്കലും വഴിതെറ്റി പോവുകയില്ല.
കഴിയില്ല. ഇവിടെ ഇരിക്കുന്ന ഓരോ വിദ്യാർത്ഥികളും ആ ഖുർആനിനെയും സുന്നത്തിന്റെയും അടിത്തറകളിൽ നിന്നുകൊണ്ട് ലോകവീക്ഷണങ്ങളെയും കാഴ്ചപ്പാടുകളെയും രൂപീകരിച്ചവരാണ്. ഇവിടെ ഇരിക്കുന്ന ഓരോ വിദ്യാർത്ഥികളും ആ ഖുർആനിനെയും സുന്നത്തിനെയും ജീവിതത്തിലേക്ക് നെഞ്ചിലേക്ക് സംശീകരിച്ചുകൊണ്ട് ആ ഖുർആനിനെയും സുന്നത്തിനെയും എല്ലാ മേഖലകളിലും അതിന്റെ വെളിച്ചത്തെ കൊണ്ടു നടക്കുന്നവരാണ്. ആ വഴികളിൽ ഉറച്ചു നിൽക്കുക ഉറച്ചു നിൽക്കാനുള്ള പ്രചോദനമാണ്, ഉറച്ചു നിൽക്കാനുള്ള ശക്തിയാണ്, ഉറച്ചു നിൽക്കാനുള്ള കരുത്താണ്, ഉറച്ചു നിൽക്കാനുള്ള മൂലധനമാണ് MSM-ഉം അതുപോലെ തന്നെ അത്തരം സംവിധാനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്ന ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ എല്ലാ ഘടകങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രോഗ്രാമുകൾ എന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അങ്ങനെ മുന്നോട്ട് പോകാൻ നമ്മൾക്ക് സാധിക്കണം. ജ്വലിച്ചു നിൽക്കുന്ന നമ്മുടെ ശുഭിത യൗവനങ്ങളെ കുറിച്ച് അള്ളാഹു നാളെ പരലോകത്ത് ചോദിക്കും. ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വലാ തഖ്ഫി മാ ലൈസ ലക ബിഹി ഇൽം. നിനക്കറിയാത്തതിന്റെ പിന്നാലെ നീ ഒരിക്കലും കടന്നു പോകരുത്. കപടപ്രത്യയശാസ്ത്രങ്ങൾ നമ്മുടെ സമൂഹത്തിലേക്ക് പുരോഗമനവും വിപ്ലവവും പറഞ്ഞുകൊണ്ട് കടന്നു വരുന്നു. സമൂഹത്തിന് മുഴുവൻ എല്ലാ തരത്തിലും ദുരന്തവും അതുപോലെ തന്നെ മനുഷ്യരാശിക്ക് മുഴുവൻ എല്ലാ തരത്തിലുമുള്ള പ്രയാസങ്ങളും നൽകുന്ന അത്തരം പ്രത്യയശാസ്ത്രങ്ങൾക്കെതിരെ നിലകൊണ്ടേണ്ട നമ്മൾക്ക് ബാധ്യതയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന മസ്ഊല. പ്രിയപ്പെട്ട എൻ്റെ വിദ്യാർത്ഥി സമൂഹമേ, നിങ്ങളുടെ കാഴ്ച, നിങ്ങളുടെ കേൾവി, നിങ്ങളുടെ മനനം അല്ലാഹു നിങ്ങളോട് ചോദിക്കുക തന്നെ ചെയ്യും. ആയുസ് നൽകി, നിങ്ങൾക്ക് സംവിധാനങ്ങൾ നൽകി, നിങ്ങൾക്ക് പ്ലാറ്റ്ഫോമുകൾ നൽകി, നിങ്ങൾക്ക് അവസരങ്ങൾ നൽകി, ശാഖകളുടെ പ്രസിഡന്റുകളാക്കി, ക്യാമ്പസുകളുടെ നേതൃത്വത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവന്നു. നിങ്ങൾ എന്തു ചെയ്തു എന്ന ചോദ്യത്തിന് അള്ളാഹുവിന്റെ മുമ്പിൽ നിങ്ങൾ എന്തുത്തരം പറയും? ശൂന്യതയാണ് അതിന് നമ്മുടെ കയ്യിലുള്ള മറുപടിയെങ്കിൽ അള്ളാഹുവെ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. മണിക്കൂറുകളോളം റീലുകളിലും അതുപോലെ തന്നെ മറ്റു പല ശൂന്യമായ എന്റെ ജീവിതത്തിനും സമൂഹത്തിനും ഒരു ഉപകാരം ചെയ്യാത്ത പ്രവർത്തികളിലാണ് എന്റെ ആയുസ്സിനെ ഞാൻ ചിലവഴിച്ചത് എന്ന് മറുപടിയാണ് നമ്മുടെ കൈകളിൽ ബാക്കിയുള്ളതെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, കർമ്മമണ്ഡലത്തിലേക്ക് ചാടിയിറങ്ങാനുള്ള പ്രചോദനമായി സയൻസ് മാറണം. അല്ലെങ്കിൽ ഇതെല്ലാം അർത്ഥശൂന്യമായ പ്രകടനങ്ങളായി മാറുമെന്ന ഓർമ്മപ്പെടുത്തലാണ് ഇവിടെ നിന്ന് തിരികെ പോകുന്ന ഓരോ വിദ്യാർത്ഥികളോടും ഓർമ്മപ്പെടുത്താനുള്ളത്.